2015 ഞാൻ സൗദി വർക്ക് ചെയ്ത സമയത്ത് ബാങ്കിൽ പൈസ ഇടാൻ പോയപ്പോൾ ഒരു മലയാളി നമ്മുടെ സുഹൃത്തിനെ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ 3 വട്ടമായിട്ട് പൈസ ഇടാൻ ബാങ്കിൽ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഒരു എമൗണ്ട് അവരുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി, ഒരു എമൗണ്ട് അവരുടെ വൈഫിന് വേണ്ടി, ഒരു എമൗണ്ട് പുള്ളിക്കാരന്. ഈ അക്കൗണ്ട് പുള്ളിക്കാരൻ്റെ വൈഫിനോ അമ്മയ്ക്കോ അച്ഛനോ അറിയില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇടുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞത്, നാളെ നമുക്കൊരു അസുഖം വന്നോ, നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിയോ, നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ജോലിയൊക്കെ നിർത്തി നമ്മൾ പ്രായമാകുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴേ നമ്മുടെ കയ്യിൽ ഒരു രൂപ എടുക്കാനില്ലെങ്കിൽ നമുക്ക് ഒരു പട്ടിയുടെ വില പോലും കാണത്തില്ലെന്ന് പുള്ളി അന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വിചാരിച്ചു ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയൊക്കെ ആരും ചിന്തിക്കുമെന്നൊക്കെ വിചാരിച്ചു. പിന്നീട് 10 വർഷത്തിനിടെ ഒരുപാട് വാർത്തകൾ ഞാൻ കാണുകയുണ്ടായി. എനിക്കറിയാവുന്നവരും റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പലർക്കും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതൊരു വാർത്തകൾ മാത്രം, അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ, ചിലപ്പോൾ ആ ഒരു വാക്കിൽ അവിടെ തീർന്നു. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ട്രാജഡിയും നമ്മളതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന് സാമ്പത്തികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, നമ്മൾ ഇത്രയും നാൾ അധ്വാനിച്ചതും ഉണ്ടാക്കിയതും നമുക്ക് അല്ല നമ്മുടെ സ്വന്തം എന്ന രീതിയിൽ നമ്മൾ പലർക്കും ചിലവാക്കിയത് ലാസ്റ്റ് ഇവരതെല്ലാം മുതലാക്കിക്കൊണ്ട് ആ പൈസ അടിച്ചുകൊണ്ട് പോകുമ്പം ഒന്ന് നമ്മുടെ ബന്ധം പോയതിൻ്റെ ഒരു വിഷമം, രണ്ടാമത്തത് നമ്മൾ സാമ്പത്തികമായിട്ട് പോയതിൻ്റെ വിഷമം, പിന്നെ മൂന്നാമത് നമ്മൾ ഇത്രയും ജീവിതകാലം മൊത്തം ഉണ്ടാക്കി നമ്മുടെ ചോര നീരും വെച്ചുണ്ടാക്കിയ പൈസ എല്ലാം പോയതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ പൊതുവെ ഇടുന്ന പല റീലുകളും എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും മറ്റാർക്കും പണി കിട്ടരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ റീലുകൾ ഇടാറുള്ളത്. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാണ്, നിങ്ങൾ പണിയെടുക്കുന്ന പൈസ നിങ്ങൾ ഒരു എമൗണ്ട് നിങ്ങളുടെ ആവശ്യത്തിന്, ശരിയാണ് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ വൈഫാണെന്നൊക്കെ നമ്മൾ വിചാരിച്ച് അത് നമ്മളാൽ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കിടന്നു കൂടുന്നത്. നാളെ ഒരു സമയത്ത് ഇവരത് മുതലാക്കിക്കൊണ്ട് നമ്മളെ തേച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമുക്കിത് ചിലപ്പോൾ തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പല ആൾക്കാരും സൂയിസൈഡ് ചെയ്യുന്നത്. ഒന്ന് വിഷമോ, നമ്മൾ ഇത്രയും നാൾ നമ്മളെ ചതിക്കുമായിരുന്നല്ലോ എന്നും, പിന്നെ നമുക്കതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത നമ്മളൊരു ക്രെഡിറ്റിലായി പോകുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും, പക്ഷെ അതൊക്കെ നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിൽ കാണിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ കാണുന്ന പോലെ തന്നെ വൈഫും ഹസ്ബൻഡും ഒരേപോലെ ജോലി ചെയ്യുന്നു, ഒരേപോലെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം, ഇപ്പോൾ ഒരു സോഫ മേടിക്കാനോ പപ്പാതി ഇടും, ഒരു റെൻ്റ് അടയ്ക്കാനോ അവർ പപ്പാതി ഇടും, അല്ലെങ്കിൽ ഒരു കാർ എടുക്കുന്നത് അതിൻ്റെ പകുതി ഇടും എന്ന് പറഞ്ഞ പോലെ ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യണം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ നാട്ടിൽ പണ്ട് തൊട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആണുങ്ങൾ മാത്രം ജോലിക്ക് പോവുക, അവർ എല്ലാ പൈസയും അവരുടെ കുടുംബത്തിന് കൊടുക്കുക, നാട്ടിൽ അവരൊരു പണിയില്ലാതെ വരുമ്പോഴത്തേക്ക് ഒരു 5-10% ആൾക്കാർ ഓക്കെ അവർ നല്ല രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നു. പക്ഷേ ഒരു പരിധിവരെയുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവരുടെ പൈസ എടുത്ത് മിസ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആൾക്കാർ എല്ലാം കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇവർക്ക് രഹസ്യമായിട്ടൊരു കാമുകൻ ഉണ്ടാവുക, അവർക്ക് പൈസ അയച്ചു കൊടുക്കുക, ഇതൊക്കെ തന്നെ കണ്ടുവരുന്നത്.